അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ തമ്പുനയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്, 8ാമത്തെ ആനിവേഴ്സറി. മറ്റന്നാളാണ്. നമ്മൾ ഇന്നേ അതിന്റെ കുറച്ച് എന്താ പറയാ സെലിബ്രേഷൻ ഒക്കെ തുടങ്ങി അല്ലേ സോനു? ചെറിയ രീതിയില്. അപ്പം ഇന്ന് നമ്മള് ലുലു മാളിലൊക്കെ പോയിട്ട് അവിടേക്ക് ഒന്ന് നടക്കാം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഒന്ന് കറങ്ങി. സിനിമയ്ക്ക് കയറണോ? ഇന്ന് സിനിമ വേണ്ട, സമയം പോകും. സിനിമ വേണ്ട. അപ്പൊ നമ്മള് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ കുറച്ച് പ്ലാനിങ് ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. നമ്മള് ഒറ്റ ദിവസം കൊണ്ട് എടുക്കുന്ന വ്ളോഗ് അല്ല കേട്ടോ, ഇത് 2-3 ദിവസം കൂടി ഒരുമിച്ച് ഇടണായിരിക്കും. നമ്മള് ഇനി ഞായറാഴ്ച വരെ ഉള്ളത് ഇതിലുണ്ടാവും, കുറച്ച് ഭാഗങ്ങളായിട്ട്. എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? വെൽക്കം ടു സോനു നികേഷ് വ്ളോഗ്. അങ്ങനെ ഇപ്പൊ വീണ്ടും നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. ദിവസമല്ല, ഒരു മാസം. സാരമില്ല, എന്നാലും ഇടയ്ക്കെങ്കിലും നമ്മള് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ലുലു മാളിൽ പോയി കുറച്ച് സാധനം മേടിക്കണ്ട, അത് ആദ്യം നോക്കാം അല്ലേ? അതെ, അപ്പൊ കാണാം. ഞങ്ങളിങ്ങനെ ലുലു മാൾ എത്തിയിട്ടോ. ഇനി ആദ്യം എവിടെയൊക്കെ പോണേ? നമുക്ക് ആദ്യം ഇവിടെ കയറാം. ഫാഷൻ സ്റ്റോറാണ് അത്. ഫാഷൻ സ്റ്റോറിൽ കയറാം. എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണം, മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ട്. മഴയുടെ സമയം കാരണം. എന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് നമുക്ക് ഫാഷൻ സ്റ്റോറിൽ പോകാം. അങ്ങനെ കയറി ഇങ്ങനെ ഓരോ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് ഡ്രസ്സിന്റെ ഭാഗത്തൊന്ന് പോയി നോക്കാം. സൈസ് ഞങ്ങളങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തു, രണ്ടുപേർക്കും ഒരേ ജോഡിയില്ലേ? അത് വീട്ടിൽ പോയിട്ട് കാണിക്കാം. ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റിന്റെ ഒക്കെ അവിടെ ഓഫർ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ബെഡ്ഷീറ്റോ ടവലൊക്കെ എടുക്കാം അല്ലേ? അതെ, കുറച്ച് വീട്ടിലേക്കുള്ള ഐറ്റംസും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാം, പിന്നെ ഫുഡ് കഴിക്കാൻ പോവാം. ടൈം ആവണുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കാം. എന്തായാലും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ കിട്ടി അല്ലേ? അതെ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങള് പിന്നെ ഒരു മുണ്ടും എടുത്ത് ഒരു ബെഡ്ഷീറ്റും എടുത്തു കേട്ടോ ഫാഷൻ സ്റ്റോറിൽ നിന്ന്. ഇനി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോവാം അല്ലേ? അതെ, ബില്ല് ചെയ്തിട്ട് താഴെ ചാടി ബില്ല് ചെയ്തിട്ട് നമുക്ക് താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോവാം. എന്നിട്ട് അവിടെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കി നമുക്ക് വേണ്ടത് എടുക്കാം. അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സമയമായി, വിശന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് ഫുഡ് കോർട്ടിൽ പോവാം. ഏറ്റവും മുകളിലല്ലേ? ഏറ്റവും മുകളിൽ. നല്ല വിശപ്പുണ്ട്. ഞങ്ങളങ്ങനെ ഏറ്റവും മുകളിലുള്ള ഫുഡ് കോർട്ട് വന്നേക്കാണ്. ഇപ്പോൾ ഇവിടെ എന്തോ ഡിണ്ടുകൾ ഐറ്റമാണ് ഓർഡർ ചെയ്തേക്കണേ. ബിരിയാണിയാണ്. എന്തൊക്കെ? തലപ്പക്കാട്ടി ചിക്കൻ ബിരിയാണി സോനു, ഞാൻ തലപ്പക്കാട്ടി നായിഡു മട്ടൻ ബിരിയാണി. എന്താവെന്ന് അറിയത്തില്ല, നമ്മളൊരു വെറൈറ്റി പേര് കണ്ടപ്പോ പോയി മേടിച്ചാലേ. അതെ, നമ്മൾ കഴിക്കാത്തൊരു ഇത് കണ്ടപ്പോ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. നല്ല വിശപ്പ്, അതുകൊണ്ട് ഒരു ബിരിയാണി തന്നെ ആക്കിയേക്കാന്ന് വിചാരിച്ചു. എന്നും ഊണാ ഉച്ചയ്ക്ക് കഴിക്കാറ്, അതുകൊണ്ട് ഇന്നൊന്നും മാറ്റി പിടിച്ചേക്കാന്ന്. അതെ, അപ്പൊ സോനു മട്ടൻ ബിരിയാണി അത്ര ഇഷ്ടമല്ലേ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് വേറെ ഒരു ദിവസം ആവാം. ചെറുപ്പത്തിലൊക്കെ കുറെ കഴിക്കുമായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. അപ്പൊ ഇന്ന് മട്ടൻ ബിരിയാണി, ഞാൻ സോനു ചിക്കൻ ബിരിയാണി ഒക്കെ അകത്താക്കാന്ന് വിചാരിച്ചു. എത്ര 10 മിനിറ്റ് അല്ലേ പറഞ്ഞു വെയിറ്റ്. ഇന്ന് തിരക്ക് കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇരിക്കാനും സ്ഥലം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഇന്ന് നല്ല അതെ, എനിക്ക് പൊതുവെ ലുലുമാളി വരാന്ന് പറയുമ്പോൾ ഒരു മടിയാണ്. എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ഭയങ്കര തിരക്ക് കാരണം. ഇന്നിപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളുള്ള ദിവസവും അവധി ദിവസമൊന്നും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഫുഡ് വരട്ടാണെങ്കിൽ കാണാൻ പറ്റും.
മട്ടൻ ബിരിയാണിയും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി കഴിക്കേണ്ടത് അവസ്ഥയുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്, അതൊന്ന് കഴിച്ചു തുടങ്ങാം. നല്ല മണം, കഴിക്കാം. അപ്പൊ ഞങ്ങളിനി കഴിച്ചിട്ട് കാണാം അല്ലേ? ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ മോളില് നമ്മൾ പോയിട്ട് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചെറിയ കൊച്ചു ഷോപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താ വാങ്ങിച്ചെന്നുള്ളത് കാണിക്കാം. വാട്ട്സ് ഇൻ അവർ ബാഗ് അല്ലേ? നമുക്ക് നമുക്ക് ആനിവേഴ്സറിക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് സോനുവിന് വാങ്ങിച്ചതാണ്. ഇതൊരു വ്യത്യസ്ത ടൈപ്പാണ്. ഞങ്ങൾ അങ്ങനെ അധികം ഇടാറില്ല അങ്ങനത്തെ. അപ്പോൾ പ്രാവശ്യം ഒന്ന് വ്യത്യസ്തമായിട്ട് ഇടാൻ വിചാരിച്ചു അല്ലേ? കാണാം. ഇത് അതിന്റെ തന്നെ വേറൊരു കളറ്. ഞാൻ എനിക്ക് സെയിം മോഡൽ തന്നെയാ, കളർ വേറെ. ഞങ്ങൾ അവിടെ വെച്ചിട്ട് നോക്കിയപ്പോ രണ്ടുപേർക്കും നല്ല ഇതായിട്ട് തോന്നി. അപ്പൊ അങ്ങനെ കണ്ടെടുത്താണ്. ഇതെനിക്ക് എടുത്തത്. അപ്പൊ അതിന്റെ തന്നെ നമ്മള് അതിന് മാച്ചായിട്ട് സിൽവറിന്റെ കരയുള്ള രണ്ട് മുണ്ടും നമ്മൾ അമ്പലത്തിൽ പോയിരിക്കും. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നു ഞായറാഴ്ച രാവിലെ. മഴയില്ലെങ്കിൽ പോവാം. പിന്നെ എന്താ, പിന്നെ നമ്മള് പിന്നെ ഒരു ചോക്ലേറ്റിന്റെ പെട്ടി മേടിച്ചു. നമ്മളന്ന് ആനിവേഴ്സറിയുടെ അന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടി. കേക്ക് നാളെ രാവിലെ മേടിക്കാന്ന് വിചാരിച്ചാണ് അല്ലേ? മറ്റന്നാൾ രാവിലെ. പിന്നെ ബലൂൺ മേടിച്ചിട്ടില്ലേ? ബലൂണൊക്കെ ബലൂണുണ്ട്. പിന്നെ ഇത് ഒരു ബെഡ്ഷീറ്റും ഞങ്ങൾ മേടിച്ചു. ഞങ്ങളത് പ്രതീക്ഷിക്കാതെ മേടിച്ചതാണ്. വീട്ടിലേക്ക് ഒരു ബെഡ്ഷീറ്റ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ എന്നാലും കാണിക്കട്ടെ, കാണണം എന്നുള്ളവരുണ്ടാവും. ഇതാണ് ബെഡ്ഷീറ്റ് നമ്മൾ വാങ്ങിച്ചത്. പറയണം വേറെ ഒന്നും നമ്മളങ്ങനെ മേടിച്ചിട്ടില്ല. പിന്നെ അവിടെ ഒരു ചിപ്സിന്റെ പാക്കറ്റ് മേടിച്ചു. പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ കുറേ നാളായി ഇങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഒന്ന് കഴിക്കാനുള്ള പൂതിക്ക് കായ വറുത്തതാണ് അത് മേടിച്ചു. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. ചുമ്മാ ഒന്ന് മാളിലേക്ക് ഇറങ്ങാൻ പോയി, ഡ്രസ്സൊക്കെ മേടിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോന്നു. മഴയായിരുന്നു, മഴയൊക്കെ കുറച്ച് കൊണ്ടു അല്ലേ? നമ്മളോട് പോയപ്പോ ഡ്രസ്സൊക്കെ നനഞ്ഞു. എന്തോ ഭാഗത്തിന് പിന്നെ മഴ കുറഞ്ഞ് അവിടെ എത്തിയപ്പോ ഡ്രസ്സൊക്കെ ഉണങ്ങി. ഡ്രസ്സൊക്കെ ഉണങ്ങി മഴയൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് പോന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നാളെ നമുക്ക് പരിപാടികളുണ്ട്. നമുക്ക് നാളെ പറയാം അല്ലേ? നാളെ ചെറിയ കുറച്ച് കാര്യങ്ങൾ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പോ നമുക്ക് നാളെ കാണാം. അതെ, നാളെ ഇനി അടുത്ത ഭാഗം എടുക്കുമ്പോ കാണാം. ഇന്ന് നമ്മള് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാനുണ്ട്. അല്ല, ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെ ഉച്ചവരെ ഉള്ളതും കൂടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് കാണിക്കാം. അപ്പൊ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടെ തീർന്നു. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഇന്ന് ഞങ്ങള് കടമക്കുടി സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അതെ, രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇന്നലെ എടുത്തതല്ല, അതിന്റെ തൊട്ടടുത്ത ദിവസമാണ്. അതെ, ഇന്ന് 4-ാം തീയതിയാണ് നമ്മുടെ ആനിവേഴ്സറി. 5-ാം തീയതി നാളെ. അപ്പോൾ നമ്മൾ കുറേ നാളായി കടമക്കുടി ഒന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും. അപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് എടപ്പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും. 45 മിനിറ്റ്സ് ജേണിയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടെ വരാമെന്ന് വിചാരിച്ചു. വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ്. ഐലൻഡാണിത്. രമണീയമായിട്ടുള്ള സ്ഥലം. ഞങ്ങൾ വന്ന സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പം
മഴയത്ത് ഇങ്ങനെ അവിടെ നടക്കാനൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. ഉണ്ട് ഇങ്ങനെ മഴയുണ്ട്. മഴയത്തെ ഒരു രസമാണ്. മഴ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മളങ്ങ് കുറച്ചങ്ങ് നടന്നു പോകാന്നാ വിചാരിച്ചത്. പക്ഷെ നല്ല ചെളിയൊക്കെയാണ് ഇവിടെ, അതുകൊണ്ട് നടന്നു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ അല്ലേ? കുഴപ്പമില്ല, ചെറിയ മഴയാണ്, വലിയ മഴയൊന്നുമില്ല. എന്നാലും അതെ, എന്നാലും മഴ സമയത്ത് ഈ കടമക്കുടിയിൽ വരുമ്പോ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സ്ഥലങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാലോ. മഴ തന്നെയാണ് പിന്നെ ഒരു രസമല്ലേ അല്ലേ? ഞാൻ കുട എടുക്കണ്ടെന്ന് പറഞ്ഞത്, അപ്പൊ സോരുവിന് നിർബന്ധം കുട എടുക്കണം. മഴക്കാലല്ലേ, എനിക്ക് ഇച്ചിരി മഴയൊക്കെ നനയാൻ ഇഷ്ടമാണ്. ലേശം മഴ നനഞ്ഞാലോ വേണ്ട, വല്ല പനിയും പിടിക്കണ്ട. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അതിലേക്കിടക്ക് നടക്കണ കാണാനുണ്ട് അവിടെ ഇവിടെയൊക്കെ. കടമക്കുടി എന്ന് പറയണത് എന്തോ 14 ഐലൻഡ് കൂടിയതാന്നാണ് പറയണത്. നമ്മളിപ്പോ വന്നേക്കണ വലിയ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റീലിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാനും. ഞങ്ങളിവിടെ കണ്ടിട്ട് പോകുന്ന വഴിക്കൊരു ഷാപ്പും ഉണ്ട്. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയില്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയിരിക്കുകയാണ്. മറ്റേ കള്ള് ഷാപ്പാണ്. കുറെ കാലത്തിന് ശേഷം നമ്മള് കള്ള് ഷാപ്പിൽ കയറുന്നത്. അപ്പോൾ കപ്പയും മീൻകറി, കപ്പയും ഞണ്ട് കറിയും പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ട് അല്ലേ? ഐറ്റെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കള്ള് വേണമെന്ന് ചോദിച്ചു, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. കള്ള് കുടിച്ചാലോ? വേണ്ട, തൽക്കാലം വേണ്ട. ശരി, അപ്പൊ എന്നാ കഴിക്കാം. ഇത് കഴിക്കാം. നിഷേട്ടാ ഞണ്ട് കറി എടുക്ക്. ഞണ്ട് കറി ഒക്കെ കഴിച്ച വർഷങ്ങളായി ഞാൻ കഴിച്ചിട്ട്. നിഷേട്ടൻ അടുത്തും കഴിച്ചിട്ടില്ലല്ലോ? കുറച്ച് കാലമായി കഴിച്ചിട്ട്. ഞാൻ എടുത്തു. ഇവിടെ വലിയൊരു മീൻ കൊണ്ടുവച്ചിട്ടുണ്ട്, വലുതാ. ഞാൻ ആദ്യം ഞണ്ട് കഴിക്കട്ടെ. ഞണ്ട് വെച്ചിട്ട് ഒത്തിരിയായി. ഇല്ലാതെ ഞണ്ട് കറി ടേസ്റ്റ് ഉണ്ട്. എരിവും കൂടുതലാണ്. എരിവ് നല്ല മീനിട്ടാ? അല്ല മീനല്ല, മുളകിട്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് ഇനി കാണാം അല്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് നേരം ഇവിടെ നടന്നു, പുറത്തൊക്കെ നടന്നു. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. നല്ല കാം അറ്റ്മോസ്ഫിയറാണ്. അധികം ആൾക്കാരൊന്നുമില്ല, അധികം വണ്ടികളൊന്നുമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ച് സന്തോഷിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. കടകളൊക്കെ ഇച്ചിരി കുറവായിട്ട് തോന്നി. എന്നാലും അത്യാവശ്യം കഴിക്കാനുണ്ടല്ലേ? ഉണ്ട്. ടോഡി ഷോപ്സ് ആണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നല്ല അന്തരീക്ഷം. ഞങ്ങള് കുറച്ച് നേരത്തെ നടക്കുമ്പോൾ മഴയുണ്ടായിരുന്നു, ഇപ്പൊ മഴയില്ല. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട്. ഷാപ്പിലെ ഫുഡ് കഴിച്ചിട്ട് എറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല, സംസാരിക്കാൻ പറ്റണില്ല. നാവും ചുണ്ടൊക്കെ ഭയങ്കര നീറ്റലാണ്. കള്ളിന്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് മാച്ചാണ്. നമ്മള് കള്ള് കുടിക്കാതെ അല്ലേ കഴിച്ചത്. എനിക്കും അതെ, നല്ല എരിവുണ്ട്. കള്ള് വേണോന്ന് ചോദിച്ചു, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. കഴിക്കായിരുന്നു. ആരോ വണ്ടിയിൽ പോയപ്പോ കൈ ഒക്കെ കാണിച്ചു, നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിത് ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിയാലോ? ഇനി നമ്മൾ കുറച്ചു നേരം കൂടി ഇവിടെ നടന്നിട്ട് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തത്. ഇനി നാളെ നമ്മുടെ ആനിവേഴ്സറി. അന്നാണ് നമ്മൾ ബാക്കിത്തെ ഭാഗം ജൂലൈ 5th ആണ് നമ്മുടെ ആനിവേഴ്സറി. പെട്ടെന്ന് ഒരാളില്ലേക്കടെ പോയപ്പോ ആ ചേട്ടൻ ഈ നാട്ടിലുള്ള നമ്മളെ കണ്ട് സംസാരിച്ച് വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് അല്ലേ? ബിജോയ് എന്ന് പറഞ്ഞത് നമ്മളെ കണ്ടപ്പോ തിരിഞ്ഞ് വന്നതാണ് ഈ നാട്ടുകാരൻ തന്നെ. അപ്പൊ സന്തോഷം. അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടി നടന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. നാളെ നമ്മുടെ ആനിവേഴ്സറി ഡേ ആണ്. അപ്പൊ നമുക്ക് ഇനി നാളെ വിശേഷങ്ങളൊക്കെ നാളെ കാണാം.
മെയിൻ ആയിട്ടുള്ള വിശേഷം. അതെ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഉള്ളവർക്കൊക്കെ കംപ്ലൈന്റ് തീർന്നില്ലേ? ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നില്ലേ? അപ്പോൾ ശരി, അപ്പോൾ ഇനി നാളെ നമുക്ക് കാണാം. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ ആണ്, ജൂലൈ 5th. അങ്ങനെ 8 വർഷം തികഞ്ഞിരിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങള് രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം അല്ലേ? കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്, പറയാനുണ്ട്, അത് പറയാം. അപ്പം നമ്മൾ ആദ്യ അമ്പലത്തിൽ, ഏതമ്പലത്തിൽ നമ്മൾ പോണ? തൃക്കാക്കര പോയാലേ നമുക്ക്. തൃക്കാക്കര പോവാം. തൃക്കാക്കര അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നിങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഒക്കെ ഞങ്ങൾക്ക് വേണം. 8 വർഷം, ഇനിയൊരു എത്ര പറയാ, ഒരു 100 വർഷം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ. അതുവരെ ഒന്നും ജീവിക്കലുണ്ടാവില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോ നമ്മള് പോവാ, ഇറങ്ങാം. അതെ, അപ്പൊ ഇനി പോണ വഴിക്ക് വിശേഷങ്ങളെല്ലാം കാണാം. പോണ വഴിക്ക് കാണാം, പോയി വന്നിട്ടും കാണാം. ഇതാണ് ഇന്നത്തെ ഡ്രസ്സ്. ഇന്ന് നമ്മള് ഷർട്ടല്ല, എന്ന് വിട്ടേക്കണ വ്യത്യസ്തമല്ലേ നികേഷേട്ടാ? അതെ, എന്നിട്ടേക്കാളും വ്യത്യസ്തമാണ്. നമ്മൾ മിക്കപ്പോഴും ഗോൾഡിന്റെ കരയുള്ള മുണ്ട എടുക്കാറ്, ഇപ്രാവശ്യം നമ്മൾ സിൽവറിന്റെ കരയുള്ള മുണ്ട എടുക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? ഇതാണ് എന്റെ ഡ്രസ്സ്. ഇതാണ് നമ്മുടെ സൗരുവിന്റെ ഡ്രസ്സ്. മുണ്ട് രണ്ടുപേരും സെയിം ആണ്, പിന്നെ മുകളിലിട്ടേക്കണ ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം നികേഷേട്ടാ. ഇറങ്ങാം. അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി. ഇന്ന് പതിവില്ലാത്തത്ര ആൾക്കാരുണ്ട് ഇവിടെ. സാധാരണ ഞങ്ങൾ ഇടയ്ക്ക് ഞായറാഴ്ച വരുമ്പോൾ ഇത്ര ആൾക്കാരെ കാണാറില്ല. ഇന്ന് എന്തോ കല്യാണം എന്തോ അവിടെ നടക്കുന്നുണ്ട്, വിവാഹവും നടക്കുന്നുണ്ട്. പിന്നെ കുറെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് എന്തോ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അതെ, പോണ വയ്ക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇവിടെ ബുഫേ അല്ലേ നികേഷേട്ടാ? അവന്റെ ഇഷ്ടമുള്ള എല്ലാം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ ബുഫേ ആയതുകൊണ്ട് കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൂട്ടി രാവിലെ തന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആവുകയാണ്. കഴിക്കട്ടെ? കഴിക്കാം. ദോശയുണ്ട്, ഉപ്പാണ്ട്, പൂരി ഉണ്ട്. ഞാൻ ദോശ എടുത്തോളൂ. ഞാൻ മുട്ടയല്ലേ? പൂരി എടുത്തു, ദോശ എടുത്തു, മുട്ട എടുത്തു, പഴം പുഴുങ്ങിയതെടുത്തു. ഞാൻ പിന്നെ സമയമുണ്ടല്ലോ, പയ്യ വരെ ഒന്ന് എടുക്കാന്ന് ഓർത്താ. കഴിക്കാം. പയ്യ തിന്നാ പനയം തിന്ന. അതുപോലെ എല്ലാ വർഷവും കേക്ക് മേടിക്കുന്ന ഓമൈ കേക്ക് എന്ന് പറഞ്ഞ കാക്കനാടുള്ള ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇപ്പം എല്ലാവർക്കും പരിചയമായിക്കാണ്, നമ്മൾ സ്ഥിരം ബ്ലോഗിൽ കാണിക്കണ. അതെ, എല്ലാ ബ്ലോഗിലും ആനിവേഴ്സറി, ബർത്ത്ഡേ ബ്ലോഗിലൊക്കെ ഉണ്ടാവും ഓമൈ കേക്ക്. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. പ്രമോഷനൊന്നല്ല കേട്ടോ, നമ്മൾ ഇവിടെ സ്ഥിരം വരുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞതാണ്. നല്ല കേക്കാണ് ഇവരുടെ. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഓമൈ കേക്ക്. അപ്പോൾ നല്ല കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് മേടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇനി മേടിച്ച് നമ്മൾ വീട്ടിലെത്തി കട്ട് ചെയ്യണം ഭാഗങ്ങളൊക്കെ. അതെ, അവിടുത്തെ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം അല്ലേ? അതെ. ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങുകയാണ്. മുറിച്ചോട്ടെ? ഹാപ്പി ആനിവേഴ്സറി ടു us.
ഇനി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ 8 വർഷത്തെ ആഘോഷം ഞങ്ങള് ചെറിയ രീതിയിൽ കേക്ക് മുറിച്ച് അതെ ആഘോഷിച്ചു. ഒരുപാട് ഈ ജേണി അല്ലേ, 8 വർഷത്തെ ജേണി ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ജേണിയായിരുന്നു. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞങ്ങൾ പരസ്പരം പങ്കുവെച്ച് ഈ 8 വർഷം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് വർഷങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ജീവിതമൊന്നും അല്ലായിരുന്നു, സങ്കടങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അത് പരസ്പരം ഷെയർ ചെയ്ത് രണ്ടുപേരും ജീവിച്ചു ഇത്രയും നാള്. ഇനിയും ഉള്ള കാലം അതേപോലെ തന്നെ ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കുക കേട്ടോ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങളെ ബ്ലസ് ചെയ്യുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ സ്നേഹിക്കുന്നവന്റെ മതി. കുറെ പേര് ഇങ്ങനെ ചിരിച്ചു നിന്നിട്ട് പുറകെ കൂടെ കുത്തുന്ന ആൾക്കാരുണ്ട്. അവന്റെ ഒന്നും സ്നേഹവും ബ്ലെസ്സിങ്സ് ഒന്നും നമുക്ക് വേണ്ട. റിയൽ ആയിട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന കുറെ കൂട്ടുകാരുണ്ട്, കുറെ ബന്ധുക്കളുണ്ട്. അവന്റെ ഒക്കെ ബ്ലെസ്സിങ്സ് നമുക്ക് വേണം. അപ്പൊ ഇനി അടുത്തത് എന്താ? നമുക്ക് ഇനി പ്രത്യേകിച്ച് പരിപാടിയില്ല. നമ്മള് കേക്കൊക്കെ മുറിച്ചിട്ട് വ്ളോഗ് അവസാനിപ്പിക്കാന്നല്ലേ പ്ലാൻ ചെയ്ത്. അതെ, ഇനി ഉച്ചക്ക് ഞങ്ങള് പുറത്തു പോയി സദ്യയൊക്കെ കഴിക്കും. പക്ഷെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മള് ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതുവരയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.